യുദ്ധത്തിൽ നിന്നും ഇസ്രയേൽ ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാന വ്യക്തികളെയാണ്. ഹമാസിന്റെ തലപ്പത്തിരിക്കുന്നവരെ ഇല്ലാതാക്കിയതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാനിലും ഇസ്രയേൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. ശത്രു ഏതാണോ അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിന് കാവലായി നിൽക്കുന്ന ഉന്നത കമാൻഡറാണ് ഇസ്രയേലിന്റെ ഉന്നം. ഇറാന്റെ സൈനിക രംഗത്തെ സൂപ്പർ ഹീറോ ആയിരുന്നു അമേരിക്കൻ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജനറൽ ഖാസിം സുലൈമാനി. ഇറാനെ സംബന്ധിച്ചിടത്തോളം സുലൈമാനിയുടെ മരണം വലിയ തിരിച്ചടിയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഹുസൈൻ സലാമിയുടെ മരണവും. സുലൈമാനി കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ കരുത്തുറ്റ സായുധ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഹുസൈൻ സലാമിയുടെ മരണം. ഇത് തന്നെയാണ് ഇസ്രയേൽ ലക്ഷ്യം വച്ചത്. തലപ്പത്തുള്ളവരെ ഇല്ലാതാക്കിയാൽ ഇറാൻ ഭയക്കുമെന്നാണ് ഇസ്രയേൽ കരുതുന്നത്. ആരായിരുന്നു ഹുസൈൻ സലാമി? ഇറാൻ എന്ന രാഷ്ട്രത്തിൽ സലാമി വഹിച്ചിരുന്ന പങ്ക്, സലാമിക്കുണ്ടായിരുന്ന പ്രാധാന്യം പരിശോധിക്കാം വിശദമായി. ഇറാനിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു സലാമി. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് 1980-ലാണ് സലാമി റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗമാകുന്നത്. യുഎസിന്റെയും സഖ്യകക്ഷികളുടെയും കടുത്ത വിമർശകനായ സലാമി കാലക്രമേണ ഉന്നത റാങ്കുകളിൽ ഇടം നേടി. 2024 ഇറാൻ ഇസ്രയേലിന് നേരെ ആദ്യമായി നേരിട്ട് നടത്തിയ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഹുസൈൻ സലാമിയായിരുന്നു. 300-ലധികം ഡ്രോണുകളും മിസൈലുകളും വിന്യസിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ ഏത് സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നേരിടാൻ ഇറാൻ പൂർണ്ണമായി തയ്യാറാണെന്നായിരുന്നു സലാമി പറഞ്ഞത്. പക്ഷേ ഇസ്രയേലിന്റെ ആദ്യ അമ്പ് സലാമിക്ക് നേരെയാണെന്ന് ഇറാൻ അറിഞ്ഞിരുന്നില്ല. ഇറാന്റെ ആണവ സൈനിക പദ്ധതികളുടെ പേരിൽ സലാമിക്കെതിരെ UN രക്ഷാസമിതിയും US-ഉം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്രയേലിന് നേരെ ഇറാൻ 300 ഡ്രോണുകളും മിസൈലുകളുമായി നേരിട്ട് ആക്രമണം നടത്തുമ്പോൾ സലാമിയായിരുന്നു റവല്യൂഷണറി ഗാർഡിനെ നയിച്ചത്. 2019-ലാണ് സലാമി റവല്യൂഷണറി ഗാർഡിന്റെ തലപ്പത്തെത്തിയത്. ഇറാന്റെ പ്രാദേശിക തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ സലാമി നിർണായക പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ഇറാനിയൻ ഭരണകൂടം മിഡിൽ ഈസ്റ്റിലുടനീളം അതിന്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയായിരുന്നു. ഇറാഖിൽ വർദ്ധിച്ച ഇടപെടൽ, സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ സർക്കാരിനുള്ള സൈനിക പിന്തുണ, ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കമാൻഡർ എന്ന നിലയിൽ സലാമി ഇറാന്റെ ആളില്ലാ ആകാശവാഹന പ്രോഗ്രാമിന് നേതൃത്വം നൽകുകയും അതിന്റെ അന്താരാഷ്ട്ര വിന്യാസത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. ഇറാനിയൻ സായുധ സേനയുടെ പ്രതിരോധം, പോരാട്ടം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് 2024 മാർച്ച് 10-ന് സുപ്രീം നേതാവ് അലി ഖമേനിയിൽ നിന്ന് സലാമിക്ക് ഓർഡർ ഓഫ് ഫാത്ത് മെഡലും ലഭിച്ചു. സലാമിയുടെ മരണത്തോടെ മുഹമ്മദ് പക്പൂറിനെ റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ തലവനായി നിയമിക്കുകയായിരുന്നു. റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ ഓപ്പറേഷന്റെ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്നു ഖാസിം സുലൈമാനിയെ 2020-ൽ US ഡ്രോൺ ആക്രമണത്തിലൂടെ വധിക്കുകയായിരുന്നു. ഇസ്രയേലിനെതിരെ ഇറാൻ ഇപ്പോൾ കടുത്ത ആക്രമണമാണ് നടത്തുന്നത്. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല.